നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LPG കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത്. 2026 ഏപ്രിൽ 1 മുതൽ എങ്ങനെയാണ് നമ്മൾ ഗ്യാസിന് ബുക്ക് ചെയ്യേണ്ടത്? പശ്ചിമേഷ്യയിലുണ്ടായ യുദ്ധം മൂലം നമുക്ക് ഗ്യാസ് ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് നമുക്കറിയാം. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? നമ്മുടെ അടുത്ത വീടുകളിലെല്ലാം ചിലപ്പോൾ ഗ്യാസുകൾ കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോ അടിയിലും കമന്റായി വരുന്നൊരു കാര്യമാണ്, നമ്മുടെ വീടുകളിൽ മാത്രമാണ് LPG കിട്ടാത്തത്, തൊട്ടടുത്ത വീടുകളിലെല്ലാം LPG ഗ്യാസുകൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് അത് ലഭിക്കുന്നില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും കമന്റ് ബോക്സിൽ പറയാറുണ്ട്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് LPG ഗ്യാസിന് ചെറിയ രീതിയിലുള്ള ഷോർട്ടേജുകളുണ്ട്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെലിഫോൺ ബുക്കിംഗ് എല്ലാം ഇപ്പോൾ നടക്കുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ LPG ആണോ യൂസ് ചെയ്യുന്നത്, ആ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അവിടെ ലോഗിൻ ചെയ്യാൻ പറയും. ആ ലോഗിൻ ചെയ്യാൻ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്ത ഔദ്യോഗിക നമ്പർ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബുക്കിംഗ് ഓപ്ഷനുകളും എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് വീട്ടിലെത്തിച്ച് തരുന്നതാണ്. അതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇനി സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളെല്ലാം സഹായത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായി തന്നെ ചെയ്യുക. ഒരുപാട് ആളുകൾ ഫോണിലേക്ക് എല്ലാ ദിവസവും 10-20 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, പക്ഷെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു കാര്യം കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസുകൾ ലഭിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്ത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു. അത് എല്ലാ വർഷം ചെയ്യേണ്ട കാര്യമാണ് ഗ്യാസ് മസ്റ്ററിങ്. ഇത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള ഗ്യാസ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇതിന് സൗകര്യമുണ്ട്. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി പ്രവാസികളായ ആളുടെ പേരുകളിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളതെങ്കിൽ അവർക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനിപ്പോൾ അവർ ചോദിക്കുന്ന രേഖ പ്രവാസിയായ ആളുടെ ആധാർ കാർഡിൻ്റെയും അതുപോലെ തന്നെ അവർ പ്രവാസം തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ, അവരുടെ ഇക്കാമയോ അതല്ലെങ്കിൽ ആ രാജ്യത്ത് താമസിക്കുന്ന താമസരേഖയുടെ കോപ്പിയും, പുതിയതായി ആളുടെ പേരിലാണ് കണക്ഷൻ മാറ്റുന്നതെങ്കിൽ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അവരുടെ ഒരു ഫോട്ടോയുമായി നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഗ്യാസ് ബുക്ക് ചെയ്യാനും മറ്റ് സൗകര്യങ്ങളും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് ഗ്യാസ് എങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് അത് താഴെ കമൻറ്റ് ചെയ്യുക. ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഇടവേളകൾ ഉണ്ടാകും. ഒരു ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്ത് അടുത്ത ഗ്യാസ് നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. 40 ദിവസമാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ആ ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടൗണുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ചില പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷനുകളുണ്ട്. അങ്ങനെ പൈപ്പ് ലൈൻ കണക്ഷനുള്ള ആളുകൾക്ക് ഇനി കുറ്റി ഉപയോഗിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്? പൈപ്പ് ലൈൻ വഴിയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.